ഞങ്ങളെ ഉപേക്ഷിക്കില്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഇന്ത്യയുടെ കാൽക്കൽ വീണ് അപേക്ഷിക്കുകയാണ് ഇന്ന് പാകിസ്ഥാൻ. അതെ, ഇന്ത്യയുടെ സഹായമില്ലാതെ ഇനി അവർക്ക് ഒരടി പോലും മുന്നോട്ട് വെക്കാൻ പറ്റില്ല. സംഭവം വിശദീകരിക്കാം. പാകിസ്ഥാനുമായുള്ള വ്യാപാര, സാമ്പത്തിക, രാഷ്ട്രീയ സഹകരണം കുറച്ചു വർഷങ്ങളായി ഇന്ത്യ അങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. എന്നിട്ടും ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതി പാകിസ്ഥാൻ കുറയ്ക്കുന്നില്ല. മാത്രവുമല്ല, ഇറക്കുമതി വർദ്ധിപ്പിച്ചിരിക്കുകയാണെന്ന് ഇക്കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. ചൈനയിൽ നിന്നുള്ള ഇറക്കുമതിയും പാകിസ്ഥാൻ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യയിലേക്കും ചൈനയിലേക്കുമുള്ള പാകിസ്ഥാന്റെ കയറ്റുമതി പക്ഷെ കുറയുകയും ചെയ്തു. അതേസമയം മറ്റ് അയൽ രാജ്യങ്ങളായ ബംഗ്ലാദേശ്, നേപ്പാൾ, ശ്രീലങ്ക, അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് പാകിസ്ഥാന്റെ കയറ്റുമതി കൂടി. ഇന്ത്യയുമായുള്ള പാകിസ്ഥാന്റെ വ്യാപാര വിവരങ്ങൾ നമുക്കൊന്ന് വിശദമായി പരിശോധിക്കാം. മാർച്ച് 31 അവസാനിച്ച് സാമ്പത്തിക വർഷത്തെ കണക്കുകൾ പരിശോധിച്ചാൽ ഇന്ത്യയിൽ നിന്ന് ഏകദേശം പാകിസ്ഥാൻ വാങ്ങിയത് 220.58 ദശലക്ഷം ഡോളറിന്റെ ചരക്കുകളാണ്. അതിനു മുമ്പുള്ള സാമ്പത്തിക വർഷം 206.89 ദശലക്ഷം ഡോളർ ആയിരുന്നു എന്ന് ഡോൺ റിപ്പോർട്ട് ചെയ്യുന്നു. പാകിസ്ഥാൻ സ്റ്റേറ്റ് ബാങ്കിന്റെ കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ വാർത്ത. 2023 സാമ്പത്തിക വർഷം പാകിസ്ഥാൻ ഇന്ത്യയിൽ നിന്ന് വാങ്ങിയത് 190 ദശലക്ഷം ഡോളറിന്റെ ചരക്കുകളായിരുന്നു. 2024 സാമ്പത്തിക വർഷമാകട്ടെ ഇത് വർദ്ധിക്കുകയും ചെയ്തു. ഇക്കഴിഞ്ഞ സാമ്പത്തിക വർഷം വീണ്ടും വർദ്ധിച്ചു. അതായത് പാകിസ്ഥാൻ ഇന്ത്യയെ ആശ്രയിക്കുന്നത് തുടർന്നു വരികയാണ്. പാകിസ്ഥാന്റെ ഇന്ത്യയിലേക്കുള്ള കയറ്റുമതി കുറഞ്ഞു വരികയുമാണ്. ഈ വർഷം മാർച്ച് വരെയുള്ള സാമ്പത്തിക വർഷം പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്തത് 1.43 ദശലക്ഷം ഡോളറിന്റെ ചരക്കുകളാണ്. അതിനു മുമ്പുള്ള വർഷം ഇത് 3.6 ദശലക്ഷമായിരുന്നു. അതായത് ഇക്കഴിഞ്ഞ സാമ്പത്തിക വർഷം പാകിസ്ഥാന്റെ ഇന്ത്യയിലേക്കുള്ള കയറ്റുമതി കുറയുകയാണ് ചെയ്തത്. ഇന്ത്യയിൽ നിന്ന് വാങ്ങുന്ന ചരക്കുകൾ കൂടുകയും ചെയ്തു. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ വലിയ വ്യാപാര കമ്മി നിലനിൽക്കുന്നു. ഏപ്രിലിൽ ഉണ്ടായ പഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ കടുത്ത നടപടി സ്വീകരിച്ചിരുന്നു. പാകിസ്ഥാനിലേക്കുള്ള ചരക്കുകൾ കൊണ്ടുപോകുന്ന കപ്പലുകൾക്ക് ഇന്ത്യ നിരോധനം വരെ ഏർപ്പെടുത്തി. പാകിസ്ഥാനിൽ നിന്നുള്ള ചരക്കുകൾക്ക് ചുങ്കം ഇരട്ടിയുമാക്കി. പാകിസ്ഥാനിലേക്കുള്ള പല കയറ്റുമതിയും നിർത്തിവെക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ വരുന്ന സാമ്പത്തിക വർഷത്തെ കണക്കുകൾ വരുമ്പോൾ വലിയ വ്യത്യാസം ഉണ്ടാകുമെന്ന് കരുതുന്നു. അതേസമയം പാകിസ്ഥാൻ വളഞ്ഞ വഴി ഇന്ത്യൻ വിപണി പിടിക്കുന്നു എന്ന വാർത്തകളുമുണ്ട്. UAE ഉൾപ്പെടെയുള്ള GCC രാജ്യങ്ങൾ വഴി ഇന്ത്യയിലേക്ക് വരുന്ന പല ചരക്കുകളും പാകിസ്ഥാനേതാണെന്ന് ആരോപണമുണ്ട്. മൂന്നാം രാജ്യത്തിലൂടെ പാകിസ്ഥാന്റെ ഡ്രൈ ഫ്രൂട്ട്സ് ഉൾപ്പെടെ ഇന്ത്യയിലേക്ക് എത്തുന്നു എന്നാണ് പ്രചാരണം. ഇക്കാര്യം പരിശോധിക്കാൻ ഇന്ത്യ UAE ആവശ്യപ്പെട്ടിരുന്നു. എന്തായാലും ഇന്ത്യയെ വിട്ടുപിടിക്കാൻ പാകിസ്ഥാൻ ഒരുക്കമല്ല. എങ്ങനെയെങ്കിലും ഇന്ത്യയുടെ ആവശ്യം അവർക്കുണ്ട് എന്ന് അവർ വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ്. എന്തായാലും ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യൂ. പുതിയൊരു വാർത്തയുമായി വീണ്ടും എത്തുവരെ നന്ദി.